നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. വിക്രത്തിനെ എങ്ങനെയെങ്കിലും നന്നാക്കിയാൽ മതിയാവുള്ളൂ. ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം അമ്മയുടെ കണ്ണീര് ഒരുപക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മ വല്ല കടുങ്കയും ചെയ്യും. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ വിക്രമത്തിന് വല്ല പോലീസ് കേസോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു എന്നൊക്കെയാ കമല പറഞ്ഞിരിക്കുന്നത്. പറയുക മാത്രമല്ല, ചിലപ്പോൾ അത് ചെയ്യുകയും ചെയ്യും. അമ്മയുടെ ജീവനൊക്കെ നഷ്ടപ്പെടാതിരിക്കണം. പോരാത്തന് വിക്രത്തെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേണം വേദയുടെ മനസ്സിലേക്ക് ആ ചിന്ത വന്നേ. ഒരു മാസമെങ്കിലും വിക്രത്തിന് നല്ല നടപ്പ് നടത്തിക്കണം. മണ്ഡലകാലമല്ലേ വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വിക്രത്തെ കൊണ്ടൊരു മാല ഇടിയിച്ചാലോ? അതൊരു നല്ല കാര്യം തന്നെയാണ്. അതാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. വിക്രം നോയമ്പ് നോക്കുകയും ചെയ്യും. ഇനി ഗുണ്ടാപ്പണിക്കൊന്നും പോകത്തുമില്ല. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പക്ഷെ അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. വിക്രത്തെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണേ പോലും ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് നടക്കത്തില്ല. പിന്നീട് വേദ നേരെ കമലയുടെ അടുത്തേക്ക് വന്നു. കമലയുടെ അടുത്ത് എന്നിട്ട് കമലയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മയുടെ ഒരു സഹായം വേണമെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമല വെച്ച് എന്താ മോളെ? അത് വിക്രത്തിനെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു കൊണ്ടു. ക്ഷേത്രത്തിലേക്കോ? അതെന്താ? അല്ല, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. എന്നോടൊപ്പം വിക്രത്തിനും കൂടെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു കൊണ്ടു. അല്ല, അതിപ്പോൾ കാര്യം എന്താ? ക്ഷേത്രത്തിലേക്ക് മോളെ എന്തേലും വഴിപാടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതേമ്മേ, ഞാൻ നോക്കിയിട്ട് വിക്രത്തിനെ നന്നാക്കാനായിട്ട് ഒരു മാർഗമുണ്ട്. അല്ല, എന്താ കാര്യം? അത് വൃശ്ചിക മാസം അല്ലേ വരാൻ പോകുന്നേ. വിക്രത്തെ കൊണ്ട് മാലയിടിക്കാം. മാലയിടിക്കാനാ? അവനാ? നല്ല കഥയായി. അവനും ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്നു മോൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവൻ അതിനൊന്നും സമ്മതിക്കത്തില്ല. കാരണം നോയമ്പെടുക്കണം, നോമ്പ് തെറ്റിക്കാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്താൽ മതി. വിക്രത്തിനെ അങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞു വിട്ടാൽ മാത്രം മതി എൻ്റെ കൂടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ഞാൻ അവരോടൊന്ന് പറഞ്ഞു നോക്കാം. കാര്യം എനിക്കൊരു വഴിപാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ നേർച്ച ഇറങ്ങിയേക്കുന്ന വഴിപാടാണ്. അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ കമല വിക്രത്തിൻ്റെ അടുത്ത് ചെന്നു. വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വിക്രം നീ ഇന്ന് വേദമാളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോകണം. ക്ഷേത്രത്തിലേക്കോ? അതെന്തിനാമ്മേ? അവൾക്ക് എന്തോ നിന്റെ പേരിൽ എന്തൊക്കെയോ വഴിപാടുകൾ നടത്താറുണ്ട്. വഴിപാടുകളോ? അപ്പോഴേക്കും വേദ അങ്ങോട്ടെന്ന് പറഞ്ഞു, അതെ വഴിപാട്. എന്നെ കൊണ്ടാൻ പറ്റില്ല, ഞാൻ എങ്ങും വരത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വഴിപാട് നടത്തിയിട്ട് വിക്രത്തിനെ പെട്ടെന്ന് തന്നെ തിരികെ പോരാലോ. പിന്നെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി. അപ്പോഴേക്കും നന്ദിനി ശ്രീജയും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് ശ്രീജ പറഞ്ഞു, എന്നാൽ ക്ഷേത്രത്തിലേക്ക് ഞാനും ഉണ്ട്. നന്ദിനിയോട് പറഞ്ഞു, നന്ദിനിയും കൂടെ പോരാൻ പറയാണ് ശ്രീജ. ഞാനോ? പിന്നല്ലാതെ പോരാൻ പറയാണ്. ഒടുവിൽ വിക്രം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ വലിയ വലിയ നേർച്ചകളും മറ്റുമാണ് നേർന്നിരിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ഇതൊരു ചെറിയ വഴിപാടാ. വന്നാൽ മതി. വിക്രത്തിൻ്റെ പേരിൽ എനിക്കത് നടത്തണമെന്ന് പറയണം. ശരി. അങ്ങനെ ഒടുവിൽ വിക്രം മനസ്സോടെ സമ്മതിച്ചു. വിക്രം വേദയും നന്ദിനിയൊക്കെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. ഇതേ സമയത്ത് മാഷിൻ്റെ അടുത്തേക്ക് കമല എന്ന് ചെയ്യുമ്പോഴത്തേനും മാഷ് ചോദിച്ചു, അല്ല വിക്രത്തിനും കൂട്ടി വേദ എവിടെയൊക്കെയാണ് പോയത്? അപ്പോഴേക്കും കമല കാര്യം പറയണം, മാഷെ അവനെ നന്നാക്കാനുള്ള അവസാന ശ്രമം വേദമോളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവനെ ശബരിമലയ്ക്ക് കൊണ്ടാനായിട്ട് മാല ഇടിക്കാനായിട്ട്. ശബരിമലയ്ക്ക് പോകാനുണ്ട് വിക്രമോ? നല്ല കഥയെ. നിനക്കിത് എന്താ കമലേ? നിന്റെ തലയ്ക്ക് എന്താ ഓളമുണ്ടോ? മാഷെ വേദ അവനെ മാല ഇടിച്ചു അടങ്ങോളന്ന്. ഒരു മാസമെങ്കിൽ ഒരു മാസം അവൻ നോയമ്പ് നോക്കൂല്ലോ. അവന് മാല ഇട്ടിട്ട് നോയമ്പ് തിരിച്ചാണ്ടല്ലോ. അവന് തോന്നിയാസം ഒന്നും നടക്കില്ല. അവൻ തോന്നിയാസം നടക്കാനുള്ള മാല ഇടേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല മാഷേ. അവന് മാല ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ നന്നാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ നടക്കുന്ന കാര്യമാണോ കമലേ? അതെ മാഷ് ധൈര്യമായിട്ടിരിക്കുക. എനിക്കിപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഉറപ്പായിട്ടും വേദയ്ക്ക് അതിന് സാധിക്കുമെന്ന്. വേദയ്ക്ക് അവനെ നന്നാക്കി എടുക്കാൻ സാധിക്കുമെന്ന്. ഇതേ സമയം വിക്രമും വേദയും ശ്രീജ നന്ദിനിയും കൂടി ക്ഷേത്രത്തിലേക്ക് ചെന്നു. ഈ ക്ഷേത്രത്തിലേക്ക് എന്ന് തിരുമേനിയുടെ അടുത്ത് അപ്പം വേദ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തിരുമേനിയുടെ അടുത്ത് എന്നിട്ട് വേദ പറഞ്ഞു, ഒന്ന് രണ്ട് വഴിപാടുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം. ആർക്ക് വേണ്ടിയിട്ടാന്നൊക്കെ ചോദിക്കണം. അപ്പത്തേനും വേദ വിക്രത്തെ ചൂണ്ടിക്കാണിച്ചു, വിക്രത്തിന് വേണ്ട ആണോ? അങ്ങനെയാണ് പോയി ഒന്ന് കാര്യം ചെയ്യും. ഒന്ന് കുളിച്ചിട്ട് ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് വന്നോളാൻ പറയണം. വഴിപാട് നടത്താനുള്ളതാണല്ലോ. അങ്ങനെ വിക്രം അവിടെ പുറത്തുള്ള കെട്ടിൻകരയിലേക്ക് അങ്ങോട്ട് പോയി. വിക്രത്തിന് അറിയത്തില്ല തനിക്ക് വരാൻ പോകുന്നത് എന്താന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, ശയനപ്രദക്ഷിണം ചെയ്യാനുണ്ട്. ശയനപ്രദക്ഷിണോ? വിക്രം ഞെട്ടിപ്പോയി. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ ശയനപ്രദക്ഷിണം നടത്താനുണ്ട് എന്ന് പറയണ. അങ്ങനെ വിക്രത്തോട് ശയനപ്രദക്ഷിണം നടത്താനായിട്ട് തിരുമേനി പറഞ്ഞു. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിപാടുണ്ടോ? ഉണ്ടെന്ന് പറയണ.
നന്ദിനി അടുത്തേക്കെന്ന് പറയണം. നന്ദിനി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് നന്ദിനിയോട് പറഞ്ഞു, നന്ദിനി അടുത്ത് ഇതിന് ചുറ്റും ക്ഷേത്രത്തിന് ചുറ്റും കുറെ പ്രദക്ഷിണം വെക്കണം. ആ ചുമ്മാ പ്രദക്ഷിണം വെച്ചിട്ട് കാര്യമില്ല. ഒരു കാല് നമ്മൾ വെക്കുന്നിടത്ത് അതേ കാലിൽ തന്നെ ചവിട്ടി അടുത്ത കാല് വെക്കണം. അങ്ങനെ വേണം ശയന പ്രദക്ഷിണം നടത്തി വരാനെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ വേദയെ നോക്കുവാണ്. പിന്നീട് നന്ദിനി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, വേദം നേർന്നു പോയല്ലേ, അങ്ങനെ ചെയ്യാനായിട്ട് ഒരുങ്ങുവാണ്. ഇതേ സമയം വിക്രം ശയനപ്രദക്ഷിണം നടത്താണ്ട് പോയി. അങ്ങനെ വിക്രം ശയനപ്രദക്ഷിണം നടത്തി. കാരണം ഇത്രയും കാലം ചെയ്ത പാവങ്ങളൊക്കെ പൊറുക്കണേന്ന് പറഞ്ഞുകൊണ്ട് വേണം ശയനപ്രദക്ഷിണമൊക്കെ നടത്താനായിട്ട്. കൂടെ വേദയും ശ്രീജയൊക്കെ പോയി. അങ്ങനെ ശയനപ്രദക്ഷിണമൊക്കെ നടത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി എന്ത് ചെയ്യുവാണ്, ആ മാലയൊക്കെ പൂച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് തിരുമേനി ചോദിച്ചു, ആരാ മാല ഇടുന്നതെന്ന് ചോദിക്കണം. പിന്നെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, ദേ ഇതാണ് ആളെന്ന് പറയണം. വിക്രം ഞെട്ടിപ്പോയി. ഞാനാണോ മാല ഇടുന്നേ? അതേന്നും വേദ പറഞ്ഞു. വിക്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നിൽക്കാനും പറ്റില്ല, ഓടാനും പറ്റാത്ത അവസ്ഥ. വേദ പറഞ്ഞു, തിരുമേനി മാലയിടാനുള്ള ആളിതാണെന്ന് പറയണം. അങ്ങനെ തിരുമേനി നിങ്ങൾ അടുത്തോളൂ വന്നോളൂ, ശരണം വിളിച്ചോളാൻ പറയാണ്. വിക്രം ഒരു അന്താളിപ്പോട് കൂടിയിട്ട് വേദയെ നോക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല ഇങ്ങ് അടുത്തൊന്ന് ശരണം വിളിക്കാൻ പറയാണ്. വിക്രം അടുത്തേക്ക് വന്നു. തിരുമേനി എന്ത് ചെയ്തു, മാലയിട്ട് കൊടുക്കുവാണ്. ആ സമയത്ത് വിക്രം അറിയാതെ ശരണം വിളിച്ചു പോയി. നന്ദിനിയൊക്കെ ഞെട്ടിത്തെരിച്ചിരിക്കുക. നന്ദിനിയൊന്നും ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഇങ്ങനെ ഇഷ്ട. വിക്രത്തിന് നല്ല 8ന്റെ പണി തന്നെ വേദ കൊടുത്തു. പക്ഷെ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം വേദ ചീത്ത പറയാനൊന്നും പറ്റില്ലോ. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചു വരുമ്പോഴത്തേനും വേദയെ വിക്രം ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ്. പക്ഷെ വേദ ഒന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, കൊള്ളാം, നല്ല സൂപ്പർ പണി തന്നെ വിക്രത്തിന് കൊടുത്തേ. നിന്റെ ബുദ്ധിയെ സംഭവിച്ചു വന്നിരിക്കുന്നു. കാരണം 1 മാസം എങ്ങോട്ടല്ലേ യാത്രയൊക്കെ പോകാനായിട്ടാ ശ്രീജ പറഞ്ഞിരുന്നേ. അങ്ങനെയെങ്കിലും വിക്രത്തിന്റെ മനസ്സ് ഒന്ന് മാറുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അതിനേക്കാൾ നല്ലൊരു മാർഗമാണ് വേദ കണ്ടെത്തിയത്. അങ്ങനെ മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ട് അവർ വീട്ടിലേക്ക് കയറി വരുവാണ്. വീട്ടിലേക്ക് കയറി കമല കയറി ചെന്നു. കമല പറഞ്ഞു, ഓ ഇപ്പൊ കമലയ്ക്കാണ് ഇപ്പോഴും ഒരു സമാധാനമായത്. കമലയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. മാഷ് വന്നിട്ട് പറഞ്ഞു, മാല ഇടുന്നതിലൊന്നും കഥയില്ല, പക്ഷേങ്കിൽ മാല ഇട്ട് കഴിഞ്ഞിട്ട് നോയമ്പ് തെറ്റി നല്ല ഭക്തിയോട് കൂടി പോകി മാത്രം ഈ പണിക്ക് മുതിരാവുള്ളായിരുന്നു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, വിക്രം നോയമ്പൊക്കെ നോക്കുവച്ചാ എനിക്ക് ഉറപ്പുണ്ട് വിക്രം നോയമ്പൊന്നും തെറ്റിക്കാൻ പോകത്തില്ല. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നീ എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നല്ലേ. വേദ പറഞ്ഞു, ഇതെങ്ങനെയാ പണിയാന്നേ, മണ്ഡലകാലം അല്ലേ, വല്ലപ്പോഴും ഇങ്ങനെ നോയമ്പൊക്കെ നോറ്റ വെറുതെ എടുത്ത് മലയ്ക്ക് പോകുന്നത് നല്ലതാ. പിന്നെ നമ്മൾ ചെയ്ത പകുതി പാവങ്ങളും ഇങ്ങോട്ട് കഴുകി തീർക്കാൻ പറ്റൂലോ. വിക്രത്തിനൊന്നും പറയാനില്ലായിരുന്നു. ആ സമയത്ത് കമല പറഞ്ഞു, ബാ പൂജാമുറിയിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചോളാൻ പറയണം. അങ്ങനെ വിക്രത്തെയും കൂട്ടി പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കമല മനോഹരി പ്രാർത്ഥിച്ചു, ദൈവമേ ഇത്തവണയെങ്കിലും എൻ്റെ മോൻ്റെ മനസ്സൊന്ന് മാറണേ, അവൻ നല്ലവനാവണേ, അവന് വേണ്ടിയിട്ട് അവൾ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലം കൊടുക്കണേ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ വിക്രത്തിനാണെങ്കിൽ ഒന്നും മേലാത്ത അവസ്ഥ. ഇനിയിപ്പോൾ താൻ ചെയ്യുന്ന ഗുണ്ടാപ്പണിയൊക്കെ ആര് ചെയ്യും? ശ്രീനിവാസ് സാറിനോടൊപ്പം കൂടിച്ചേർന്ന് ഓരോ പരിപാടികളൊക്കെ ഒപ്പിക്കേണ്ടതാ. അങ്ങനെ ശ്രീനിവാസന്റെ നല്ല 8ന്റെ പണിയാ. ഇനിയിപ്പോൾ വിക്രത്തിന് ഒന്നിനെയും വിളിക്കാൻ പറ്റില്ല. വിക്രം ചെന്ന ഒരു പരിപാടിയും ചെയ്യത്തുമില്ല. അപ്പൊ ശ്രീനിവാസന്റെ വിചാരം വിക്രത്തെ വെച്ച് ഇലക്ഷനൊക്കെ അല്ലേ വരുന്നേ, അപ്പൊ പുതിയ കളികൾ കളിക്കാന്നൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ വേദ വിക്രത്തിനെ നല്ല മാണിച്ചിത്തര താഴിട്ട് അങ്ങോട്ട് പൂട്ടുവേണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.